ദിലീപും മെഡോന സെബാസ്റ്റ്യനും ചേർന്ന് അഭിനയിച്ച ഏറ്റവും പുതിയ കോമിക്കൽ എന്റർടൈനറാണ് കിങ് ലയർ. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് സിദ്ദിഖാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സിദ്ദിഖും ലാലും ചേർന്നൊരുക്കുന്ന ഒരു സിനിമ കൂടെയാണ് കിങ് ലയർ. ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ലാലാണ്. കിങ് ലയർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഔസിയപ്പച്ചൻ മൂവി ഹൗസ് ആണ്. അവന്റെ മുഖം കണ്ടാലറിയാം ആള് മിടുക്കനാണ്. കിങ് ലയറിന്റെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സത്യനാരായണൻ എന്നൊരു യങ് മാന്റെ ക്യാരക്ടറാണ് ദിലീപ് അവതരിപ്പിക്കുന്നത്. തന്റെ ഫ്രോഡ് ആക്ടിവിറ്റീസിലൂടെ ജീവിതമാർഗം കണ്ടെത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ് സത്യനാരായണൻ. അഞ്ജലി എന്ന ഫാഷൻ ഡിസൈനറുമായിട്ട് സത്യനാരായണൻ പ്രണയത്തിലാകുന്നു. അഞ്ജലി ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് സത്യനാരായണൻ ഒരു വലിയ റിച്ച് ബിസിനസ് മാൻ ആയിട്ട് വേഷം കെട്ടുന്നു. പക്ഷെ അഞ്ജലി ഇത് തിരിച്ചറിയുകയും സത്യനാരായണന്റെ ലൈഫിൽ നിന്നും മാറിപ്പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ സത്യനാരായണൻ ഇസ് ഹോപ്പ്ലെസ്ലി ഇൻ ലവ് വിത്ത് അഞ്ജലി. അതുകൊണ്ട് തന്നെ വളരെ ഡെസ്പെറേറ്റ് ആയിട്ട് അഞ്ജലിയെ തിരിച്ച് വിൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുകയാണ് ഉടനീളം സിനിമയിൽ. അവൾ എന്റെയാണ്. അതേസമയം ഒരു ഫാഷൻ ടൈക്കൂണായ ആനന്ദ് വർമ്മ സത്യനാരായണന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. സത്യനാരായണൻ ആനന്ദുമായിട്ടൊരു ഡീലിൽ ഏർപ്പെടുന്നു. പിന്നീട് സത്യനാരായണന്റെ ലൈഫിൽ ഉണ്ടാകുന്നതും എങ്ങനെയാണ് തന്റെ പ്രണയത്തെ തിരിച്ച് സ്വന്തമാക്കുന്നതും എന്നതൊക്കെയാണ് ഈ സിനിമയുടെ പ്ലോട്ട്. നട്ടപ്പാതിര പട്ടാപ്പകലാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള നിന്റെ ശേഷിയുണ്ടല്ലോ. മനസ്സിൽ നേരുള്ളവരങ്ങനെ പറ്റിക്കാൻ പറ്റില്ല സാറേ. ദിലീപ് തന്റെ യൂഷ്വൽ ബെസ്റ്റ് ആയിട്ട് തന്നെയാണ് സത്യനാരായണന്റെ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത്. എക്സെപ്ഷണൽ കോമിക്കൽ ടൈമിംഗ് തന്നെയാണ് ദിലീപിന്റെ ഈ സിനിമയിലും. പക്ഷേ ചിലയിടങ്ങളിൽ ഒരല്പം ഓവർപ്ലേ ആയില്ലേ എന്നുള്ള കാര്യം നമുക്ക് തോന്നും. ഉറപ്പായിട്ടുള്ള കാര്യമാണത്. മെഡോണ സെബാസ്റ്റ്യൻ ആണെങ്കിൽ ഒരു ഡീസന്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷെ മെഡോണയുടെ ഹെവി മേക്കപ്പ് ഒരു യൂഷ്വൽ ചാമും നാച്ചുറാലിറ്റിയും നഷ്ടപ്പെടുത്തുന്നുണ്ട് ഈ സിനിമയിൽ. ആന്റപ്പൻ എന്ന ക്യാരക്ടർ പ്ലേ ചെയ്ത ബാലു വർഗീസ് ഒരു സ്പെഷ്യൽ മെൻഷൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ലാൽ, ആശ ശരത്, സിദ്ദിഖ്, ജോയ് മാത്യു, ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നിവരൊക്കെയാണ് മറ്റ് കാസ്റ്റിൽ എത്തുന്നത്. സിദ്ദിഖ് ലാലിന്റെ ഈ സ്ക്രിപ്റ്റും ഡയറക്ഷനും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. കാരണം ഈ സിനിമ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് കോമിക്കൽ ആൻഡ് റൊമാൻറ്റിക് എലിമെന്റ്സ് ആണ്. ഫസ്റ്റ് ഹാഫ് വർത്ത് വാച്ചിങ് ആണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഒരു സീരിയസ് സോണിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അത് വളരെയധികം ഈ സിനിമയുടെ എന്റർടൈൻമെന്റ് ഫാക്ടറിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ബിപിൻ ചന്ദ്രന്റെ ഡയലോഗ് കുഴപ്പമില്ലാത്തത് തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ. പക്ഷെ സെക്കൻഡ് ഹാഫിലും ക്ലൈമാക്സ് പോർഷൻസിലും ഒരല്പം അൺനാച്ചുറാലിറ്റി ഫീൽ ചെയ്യും. സിദ്ദിഖ് ലാൽ മൂവീസിന്റെ ഒരു യൂഷ്വൽ പെർഫെക്ഷനിലേക്ക് കിങ് ലയർ എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ഗാർസിയ ഗബ്രിയൽ ഡി ഫെർണാണ്ടസിന്റെ ബുക്സ് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതിലെന്താ പറഞ്ഞേക്കുന്നതെന്ന് അറിയാവോ? ഇവരൊന്നും വായിച്ചല്ല, അന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ. ഇനി പാട്ടുകളുടെയും ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെയും കാര്യം പറയുകയാണെങ്കിൽ, അലക്സ് പോൾ ആണ് ഇതിന്റെ സോങ്സ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇറ്റ് ഷോർലി ഫെയിൽസ് ടു ഇംപ്രസ് us. ദീപക് ദേവ് ആണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി എ ഡീസന്റ് വർക്ക്. സിനിമറ്റോഗ്രാഫറായ ആൽബി തന്റെ എക്സെപ്ഷണൽ വിഷ്വലൈസേഷൻ കൊണ്ട് ഇത്തവണയും സ്കോർ ചെയ്തിരിക്കുകയാണ്. രതീഷ് രാജിന്റെ എഡിറ്റിംഗ് ഇസ് ജസ്റ്റ് ഓക്കെ. Now it's your turn. മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഹൈലി ഡിസപ്പോയിന്റിംഗ് ഫാക്ടർ തന്നെയാണ് ഈ സിനിമയിൽ, എസ്പെഷ്യലി മെഡോണ സെബാസ്റ്റ്യന്റെ കാര്യത്തിൽ. സിദ്ദിഖ് ലാലിന്റെ യൂഷ്വൽ ക്ലാസിക്സിന്റെ അത്രയൊന്നും വരില്ലെങ്കിൽ പോലും ഇതൊരു നോട്ട് സോ ഡിസപ്പോയിന്റിംഗ് വാച്ച് തന്നെയാണ്. ഒരർത്ഥത്തിൽ നീയല്ലേ രാജാവ്, പെരുന്നുണകളുടെ മഹാരാജാവ്, ദി കിങ് ലയർ.